സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണം. അതിന് ബേസിക്കായിട്ട് എന്ത് വേണം? നമ്മൾ മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. മെൻ്റൽ ഹെൽത്ത് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള വൂണ്ടൊക്കെ ഉണ്ടാവും, ഒരു ചൈൽഡ് ട്രോമ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്ന ചൈൽഡിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ ട്രോമയും നമ്മളെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണല്ലോ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ തകരാറാക്കുന്നത്. അതിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവ്യശക്തിയോ അത്ഭുതങ്ങളോ അങ്ങനെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ബേസിക്കായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും ഇതുപോലെയുള്ള വൂണ്ടൊക്കെ ഹീൽ ചെയ്ത് ബെറ്റർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെന്താ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, കൈ കൊണ്ടും കാലും കൊണ്ട് അതാക്കുന്നു, ഇതാക്കുന്നു, യോഗ ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. ബേസിക്കലി ഇതിലെല്ലാത്തിൻ്റെയും ഫൈനൽ എന്ന് പറയുന്നത് നമ്മളെ ഈഗോലെസ് ആക്കിയിട്ട് നമ്മളൊന്നുമല്ല എന്നുള്ളൊരു തോന്നൽ, നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ട് ജീവിക്കാൻ പാടില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പോലും മെഡിറ്റേഷൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് എവിടെ കിട്ടുന്നതെന്നറിയോ? നമ്മളതിൻ്റെ ഫലം ഇച്ഛിക്കാതിരിക്കുമ്പോൾ. ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര ഗുരുവാണ്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര അത് കാണുന്നു ഇത് കാണുന്നു, വേറൊരു ലൈനിൽ നമ്മൾ മെഡിറ്റേഷൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. അവിടെ മെഡിറ്റേറ്റീവ് എഫക്റ്റും നമുക്ക് കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സും അവിടെ സ്റ്റോപ്പ് ആവും. അവിടെ നമ്മളൊന്നുമില്ല, ഞാൻ അതിനൊന്നും ക്യാപ്പബിൾ അല്ല. ഞാൻ തന്നെ ഇപ്പോൾ ഇതൊക്കെ പറയുന്നില്ല, ഞാൻ ഭയങ്കര സംഭവമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഭയങ്കര വലിയ ആളായതുകൊണ്ട് പറയുന്നൊന്നുമല്ല. അങ്ങനെ എനിക്ക് എന്ന് തോന്നുന്നു അന്ന് എനിക്ക് ഞാൻ ചെയ്യുന്ന മെഡിറ്റേറ്റീവായിട്ടുള്ള എഫക്റ്റും അതിൻ്റെ ഗുണങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോകും. അപ്പം നമുക്ക് ഞാനെന്ന ഭാവമോ അല്ലെങ്കിൽ എന്തോ സംഭവം എന്നുള്ള തോന്നലൊന്നും ഇല്ലാതെ ഒരു ഫലം ഇച്ഛിക്കാതെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന പോലെ കരുതുക. നമ്മൾ ദൈവത്തിനെ എന്നും പ്രാർത്ഥിക്കില്ലേ, അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് എന്താ ചെയ്യുക? മെഡിറ്റേറ്റ് ചെയ്യുക. അത് ഒന്നും അറിയില്ല, മെഡിറ്റേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ലാന്നെങ്കിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 100 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ മൊത്തം കാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കംപ്ലീറ്റ് ഇവിടെ ബ്ലാങ്ക് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. തോട്ട്സ് വരുന്നതിന് കൺട്രോൾ ആവും. തോട്ട്സ് എന്ന് പറയുന്ന സാധനം എം ടി ആയിട്ട് ഇവിടെ ഒരു ശൂന്യത ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ ആ പ്രാണനിൽ കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ആ ഒരു ലൈനിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഈ തോട്ട്സ് ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ കംപ്ലീറ്റ് കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കുന്ന ലൈനിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൽ നമ്മൾ ഈ സ്റ്റേജിൽ തന്നെ പോകണം, അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് എഫക്റ്റ് കുറേ നേരം വേണം. അങ്ങനെയുള്ള നമുക്കൊരാഗ്രഹം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് പോകും. വീണ്ടും തോട്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊക്കെ ആയോ, ഞാൻ ആയിട്ടില്ല, ഞാൻ കുറേ ചെയ്യേണ്ടി വരുമായിരിക്കും, ഒരു പ്രതീക്ഷയില്ലാതെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് വരും. ആ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബെറ്റർ ആവും. നമ്മൾ ഇത്ര നാൾ ജീവിച്ച ജീവിതമായിരിക്കില്ല ജീവിക്കുന്നത്. നമുക്ക് എല്ലാ ബ്ലെസ്സിങ്സും വരും, നമ്മളെ ചുറ്റും എല്ലാം പോസിറ്റീവായിട്ട് വരും, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വരും, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേവറായിട്ട് വരും. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സമാധാനവും സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം ഇതുവരെ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും.